മീഡിയയുടെ മുഖാമുഖം പരിപാടിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് മുഖാമുഖം പരിപാടിയിൽ വിശേഷങ്ങളുമായി എത്തുന്നത് അധ്യാപന കലയുടെ മനോവെളിച്ചം. ക്ലാസ് മുറികൾക്കപ്പുറം സമൂഹത്തിനെ തന്നെ വഴിവിളക്കാക്കി മാറ്റിയ അധ്യാപകൻ, സാമൂഹ്യ പരിഷ്കർത്താവ് എന്നുവേണ്ട നമ്മുടെ നാടിന്റെ ഓരോ നാട് തുടിപ്പിനൊപ്പം സജീവമായി നിൽക്കുന്ന മനുഷ്യസ്നേഹി ശ്രീ CV സുരേന്ദ്രൻ സാറാണ്. നമുക്ക് അദ്ദേഹത്തിന്റെ വിശേഷങ്ങളിലേക്ക് പോകാം. നമസ്കാരം സാർ, ഞാൻ ഡാനി ദേവരാജൻ. സാറിന്റെ വക്കം മീഡിയയിലേക്ക് സ്വാഗതം. സുഹൃത്തുക്കളെ, വക്കം മീഡിയയുടെ ഈ മുഖാമുഖം പരിപാടിയിൽ പങ്കെടുക്കുന്നതിന് ഒരു അവസരം തന്ന ഇതിൻ്റെ ഭാരവാഹികളോട് ഞാൻ ആദ്യമേ തന്നെ കൃതജ്ഞത രേഖപ്പെടുത്തട്ടെ. ഈ വേദിയുടെ ഒരു സ്ഥിരം പ്രേക്ഷകനാണ് ഞാൻ. ഈ വേദിയിൽ അനുഗ്രഹീതരായ വളരെയധികം കലാകാരന്മാരും കലാകാരികളും നാടക അഭിനേതാക്കളും ഒക്കെ വന്നു ചേരുന്നുണ്ട്. വളരെ നല്ല നിലവാരം പുലർത്തുന്ന ഒരു പരിപാടിയായിട്ടാണ് ഞാൻ ഇതിനെ കാണുന്നത്. ഈ ഒരു വേദിയിൽ എന്നെയും ക്ഷണിച്ചിരിക്കുകയാണ്. ഞാനതിൽ പങ്കുചേരുന്നു. ഞങ്ങളുടെ സങ്കല്പത്തിനും അപ്പുറത്തുള്ള വക്കത്തിൻ്റെ ഒരു ഓർമ്മ ചിത്രം അങ്ങയുടെ മനസ്സിൽ ഇപ്പോഴും കാണുമല്ലോ. അതിൻ്റെ അങ്ങയുടെ ബാല്യകാല കൗമാരങ്ങളുമായി ബന്ധപ്പെടുത്തി അതിനെക്കുറിച്ച് നമ്മളോടൊന്ന് വിശദീകരിക്കാമോ? എൻ്റെ ബാല്യകാലത്ത് ഞാൻ കണ്ട വക്കത്തെ ഒന്ന് ചിത്രീകരിക്കുക എന്നതാണ് എന്നിൽ നിക്ഷിപ്തമായിരിക്കുന്ന കർത്തവ്യം. അതിലേക്ക് ഞാൻ നിങ്ങളെ ഒരു 70 വർഷത്തിന് മുമ്പുള്ള വക്കത്തേക്ക് കൂട്ടിക്കൊണ്ടു പോവുകയാണ്. വക്കം നിങ്ങൾക്കെല്ലാം അറിയാം, ഒരു സുന്ദരമായ ഗ്രാമമാണെന്ന്. ഞാൻ ശാന്തസുന്ദരമായ ഗ്രാമം എന്ന് പറഞ്ഞില്ല. അതിനൊരു കാരണവുമുണ്ട്, അത് ഞാൻ പിന്നെ പറഞ്ഞേക്കാം. 3 വശത്തും കായലാൽ ചുറ്റപ്പെട്ട ഒരു ഗ്രാമമാണ് വക്കം. അക്കാലത്ത് ഈ പ്രദേശത്തെ ആളുകളുടെ പ്രധാനമായ തൊഴിൽ കയർ പിരിപ്പും കൈത്തറി നെയ്ത്തും ആയിരുന്നു. കയർ പിരിപ്പ് വളരെയധികം മനുഷ്യശക്തി ആവശ്യമുള്ളതായിരുന്നു. ഒരു പിടി കയർ നമ്മുടെ കയ്യിൽ കിട്ടുന്നത് പല പല ഘട്ടങ്ങൾ കഴിഞ്ഞിട്ടാണ്. കയറ് ഉൽപ്പാദിപ്പിക്കുന്നതിന് ആദ്യമായി തൊണ്ട് അഴുക്കൽ, തൊണ്ട് അടിച്ച് ചകരിയാക്കൽ, ആ ചകരിയെ കയറാക്കൽ, ഇങ്ങനെ പല ഘട്ടങ്ങൾ കഴിഞ്ഞാണ് ഒരു പിടി കയർ നമുക്ക് കിട്ടുന്നത്. തൊണ്ടടിക്കുക ഒരു വളരെ താള ലയമുള്ള ഒന്നായിരുന്നു. ആ താളലയത്തിൽ ഞാൻ പലപ്പോഴും ലയിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നെയ്ത്തും വളരെയധികം വീടുകളിൽ അക്കാലത്ത് നെയ്ത്തുണ്ടായിരുന്നു.
നെയ്ത്ത് വളരെ ഒരു ശ്രമകരമായ ഒരു ജോലിയായിരുന്നു. നെയ്ത്തുകാരൻ വളരെയധികം നിപുണത ഉള്ളവനായിരിക്കണമായിരുന്നു. നെയ്ത്ത് രണ്ട് കൈയും രണ്ട് കാലും മനസ്സും ഒരുപോലെ നിയന്ത്രിച്ചു കൊണ്ടുള്ള ഒരു പ്രവൃത്തിയായിരുന്നു. അത് വളരെയധികം സാമർഥ്യമുള്ളവർക്ക് മാത്രമേ ചെയ്യാൻ കഴിയുമായിരുന്നു. അതും ഒരു താള ലയത്തോടുകൂടി ഒരു പശ്ചാത്തലം അതിലുണ്ടായിരുന്നു. ഈ രണ്ട് കാര്യങ്ങളും പഴയ കാലത്ത് നടന്നിരുന്നു. പക്ഷേ ഈ കാര്യങ്ങളിലെല്ലാം തന്നെ ഈ കയർ പിരിപ്പിലും നെയ്ത്തിലും പലപ്പോഴും എനിക്കും പങ്കാളിയാകാൻ സാധിച്ചിട്ടുണ്ട്. ഇത്തരത്തിൽ ശബ്ദായമാനമായ ഒരു അന്തരീക്ഷം അന്നുണ്ടായിരുന്നത് കൊണ്ടാണ് ഞാൻ അക്കാലത്തെ ശാന്തസുന്ദരമായ വക്കം എന്ന് പറയാതിരുന്നത്. വളരെ നല്ല ഓർമ്മകളാണ് എനിക്ക് ആ കാലത്തെ പറ്റിയുള്ളത്. അതെല്ലാം ഇന്ന് മാഞ്ഞുപോയി. എനിക്ക് അക്കാലത്തെ മറ്റൊരു കാര്യം പറയാനുള്ളത് വക്കം പുത്തൻ ക്ഷേത്ര മൈതാനത്തെ പറ്റിയാണ്. അക്കാലത്ത് ആ ക്ഷേത്ര മൈതാനം മണൽ വിരിച്ച് വളരെ സുന്ദരമാക്കിയിരുന്നു. വക്കത്തുള്ള ഏത് ഭാഗത്തെയും ആളുകൾ വൈകുന്നേരമാകുമ്പോൾ അവിടെ വരികയും അവിടെ കൂട്ടം കൂടി ഒരുമിച്ചിരുന്ന് വിശ്രമിക്കുകയും ചെയ്യുമായിരുന്നു. അവിടെ പ്രായവ്യത്യാസമില്ലായിരുന്നു. പല കൂട്ടങ്ങളായിരുന്ന് അവർ പലതരത്തിലുള്ള ചർച്ചകളാണ് നടത്തിയിരുന്നത്. അവർ പലപ്പോഴും വിദ്യാഭ്യാസ കാര്യങ്ങൾ, സാമൂഹ്യ കാര്യങ്ങൾ, സാംസ്കാരിക കാര്യങ്ങൾ, ഇങ്ങനെ പല ചർച്ചകൾ അവർ ആ ഗ്രൂപ്പിൽ നടത്തുമായിരുന്നു. പലപ്പോഴും അവരുടെ മാനസികമായ വിഷമങ്ങൾ പറയുന്നതിനുള്ള, അതിന് ഒരു പരിഹാരം കണ്ടെത്തുന്നതിനുള്ള അവസരമായും ഈ ഗ്രൂപ്പുകൾ പ്രയോജനപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ വക്കം പുത്തൻ ക്ഷേത്ര മൈതാനം വളരെ പ്രശസ്തമായ ഒരു മൈതാനമായിരുന്നു. അവിടെ അനവധി പൊതുയോഗങ്ങളും സമ്മേളനങ്ങളും നടത്തിയിരുന്നു. സാമൂഹ്യ, സാംസ്കാരിക, രാഷ്ട്രീയ പൊതുസമ്മേളനങ്ങൾ എത്ര എണ്ണം അവിടെ നടന്നിരുന്നു. ഏത് പൊതുയോഗമുണ്ടെങ്കിലും ഏത് സമ്മേളനങ്ങളുണ്ടായാലും അത് വക്കം പുത്തൻ ക്ഷേത്ര മൈതാനത്ത് തന്നെ ആയിരിക്കും. അവിടെ എത്തിച്ചേരാത്ത നേതാക്കന്മാർ കേരളത്തിലില്ലായിരുന്നു. എല്ലാ നേതാക്കന്മാരും ആ പൊതുയോഗങ്ങളിലും സമ്മേളനം പങ്കെടുക്കുകയും അവരുടേതായ വിജ്ഞാനം ആളുകൾക്ക് പകർന്നു കൊടുക്കുകയും ചെയ്തിരുന്നു. പക്ഷേ ഇന്ന് വക്കം പുത്തൻ ക്ഷേത്ര മൈതാനത്തിന് യാതൊരു പ്രാധാന്യവുമില്ല. 1976 വളരെ വർഷങ്ങൾക്ക് ശേഷം നടത്തിയ ഉത്സവത്തിൽ ബാക്കി വന്ന തുക കൊണ്ട് അവിടെ ഒരു പ്ലാറ്റ്ഫോം ഉണ്ടാക്കിയിരുന്നു. ആ കമ്മിറ്റിയിൽ ഞാനും ഒരംഗമായിരുന്നു. ആ പ്ലാറ്റ്ഫോം ഇന്ന് അനാഥമായിരിക്കുകയാണ്. അതെല്ലാം കാണുമ്പോൾ അവിടുത്തെ മറ്റ് സാഹചര്യങ്ങൾ കാണുമ്പോൾ എനിക്ക് വേദന ഉണ്ടാകാറുണ്ട്. ആ കാലം മറഞ്ഞുപോയി. ആ അനുസ്മരണം, ആ അവസ്ഥ, വക്കം പുത്തൻ ക്ഷേത്ര മൈതാനത്തിൻ്റെ അവസ്ഥ വളരെ ദയനീയമായിരിക്കുന്നു എന്ന് പറയാതിരിക്കാൻ വയ്യ. എനിക്ക് വളരെയധികം വേദനയുണ്ട് ഇക്കാര്യത്തിൽ. പിന്നെ അങ്ങയുടെ സ്കൂൾ കോളേജ് വിദ്യാഭ്യാസ കാലഘട്ടത്തെക്കുറിച്ച് ഒന്ന് വിശദീകരിക്കും. അത് ഒരുപാട് പേർക്ക് കേൾക്കാൻ ആഗ്രഹമുള്ള ഒരു കാര്യമാണ്.
എൻ്റെ സ്കൂൾ കോളേജ് വിദ്യാഭ്യാസത്തെ പറ്റിയുള്ള എൻ്റെ ഓർമ്മകൾ ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കട്ടെ. ഞാൻ അക്ഷര ലോകത്തേക്ക് കടക്കുന്നത് വക്കത്ത് പുതിയകാവ് ക്ഷേത്രത്തിന് തൊട്ടുണ്ടായിരുന്ന ഒരു ഓടിട്ട ഷെഡിൽ നിന്നാണ്. ആ ക്ഷേത്രത്തിലെ പൂജാരിയായിരുന്നു എൻ്റെ ആദ്യത്തെ ഗുരു. അദ്ദേഹം ഓലയിൽ അക്ഷരങ്ങൾ എഴുതിയാണ് എനിക്ക് പഠിക്കാൻ തന്നിരുന്നത്. തറയിലിരുന്ന് അവിടെ വിരിച്ചിരിക്കുന്ന മണ്ണിൽ വിരൽ കൊണ്ടാണ് ഞാനന്ന് അക്ഷരങ്ങൾ എഴുതി പഠിച്ചത്. ഒരു തെറ്റ് വന്നാൽ എൻ്റെ ഗുരുനാഥൻ എൻ്റെ വിരൽ ആ മണ്ണിൽ ഉരയ്ക്കുമായിരുന്നു. അത്ര നല്ല രീതിയിൽ പഠിക്കണം എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം. അവിടെ നിന്ന് അക്ഷരങ്ങൾ പഠിച്ചു കഴിഞ്ഞു. അതിനുശേഷം എൻ്റെ അടുത്ത പഠനം റൈറ്റുള്ള സ്കൂളിലായിരുന്നു. 1, 2 ക്ലാസ്സുകളിൽ ഞാൻ അവിടെയാണ് പഠിച്ചത്. അവിടുത്തെ ഹെഡ് മാസ്റ്റർ അന്ന് ഒരു മാധവൻ സാറായിരുന്നു. ഹെഡ് മാസ്റ്ററും മറ്റുള്ള അധ്യാപകരും പഠിക്കുന്നതിന് വളരെയധികം പ്രോത്സാഹനം തന്നിരുന്നു. 3, 4 ക്ലാസ്സുകളിൽ ഞാൻ പഠിച്ചത് പൊട്ടച്ചമ്പ്ലാത്ത് സ്കൂളിലാണ്. ഇന്നത്തെ ഗവൺമെൻറ് ഹൈസ്കൂൾ വക്കം. അവിടെയും വളരെ നല്ല ശിക്ഷണമാണ് എനിക്ക് കിട്ടിയത്. അവിടുത്തെ അധ്യാപികമാരും അധ്യാപകരും വളരെയധികം താല്പര്യത്തോടു കൂടി പഠിപ്പിച്ചിരുന്നു. കുട്ടികളുടെ ഉന്നമനമായിരുന്നു അവരുടെ ലക്ഷ്യം. എഞ്ചൂടിയൊക്കെ കാണാതെ പഠിച്ചുകൊണ്ട് ചെന്നില്ലെങ്കിൽ പരിതുമ്പ ടീച്ചർ ശരിയായിട്ട് ശിക്ഷിക്കുമായിരുന്നു. അതുപോലെ ഭവാനി ടീച്ചർ, അതുപോലെയുള്ള ടീച്ചേഴ്സ് എല്ലാം തന്നെ വളരെ ആത്മാർത്ഥതയോടെ പഠിപ്പിച്ചിരുന്നു. 5ാം ക്ലാസ്സിൽ ഞാൻ മരുതംപ്ലാത്ത് സ്കൂളിലാണ് പഠിച്ചത്. അവിടെ നിന്ന് ഫസ്റ്റ് ഫോം, സെക്കൻഡ് ഫോം, തേർഡ് ഫോം ഈ ക്ലാസ്സുകളിൽ പഠിച്ചത് പൊട്ടച്ചുംപ്ലാത്ത് സ്കൂളിൽ തന്നെ. അന്നത്തെ ഹെഡ് മാസ്റ്റർ പത്മനാഭൻകുട്ടി സാറായിരുന്നു. അദ്ദേഹമായിരുന്നു തേർഡ് ഫോമിൽ ഇംഗ്ലീഷ് പഠിപ്പിച്ചിരുന്നത്. അദ്ദേഹവും മറ്റുള്ള അധ്യാപകരും എല്ലാം തന്നെ വളരെ ആത്മാർത്ഥമായി കുട്ടികളുടെ വിദ്യാഭ്യാസത്തിൽ ശ്രദ്ധിച്ച് നല്ലതുപോലെ പഠിപ്പിച്ചിരുന്നു. ഞാൻ ഇന്നും ഓർക്കുന്നത് ആ കാലഘട്ടത്തിൽ വെള്ളിയാഴ്ച ദിവസത്തെ അവസാനത്തെ പീരീഡാണ്. ആ പീരീഡിലാണ് ECA, എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ്. ഈ പീരീഡിൽ നമുക്ക് പല കാര്യങ്ങളും പ്രദർശിപ്പിക്കുന്നതിനുള്ള അവസരം കിട്ടിയിരുന്നു. പദ്യപാരായണം, പ്രസംഗം, അങ്ങനെയുള്ള കാര്യങ്ങൾ പ്രകടിപ്പിക്കുന്നതിനുള്ള ഒരവസരമായിരുന്നു അന്ന് കിട്ടിയിരുന്നത്. ഈ ECA പീരീഡ് വരാൻ വേണ്ടി നമ്മൾ എന്തുമാത്രം പ്രതീക്ഷിച്ചിരിക്കുമായിരുന്നു എന്നറിയാമോ. നല്ല രസകരമായ ഒരു പീരീഡായിരുന്നു അത്. അന്ന് അവിടെ നിന്ന് കിട്ടിയ ആ ഒരു അറിവാണ്, ആ ഒരു കഴിവാണ് പിന്നീട് പിൽക്കാലത്ത് നമുക്ക് അത്തരം കാര്യങ്ങൾ സംസാരിക്കാൻ ഒരു കഴിവ് ഉണ്ടാക്കി തന്നത്.
തേർഡ് ഫാം കഴിഞ്ഞു. അടുത്ത് കടയ്ക്കാവൂർ SSBBHSലാണ് എൻ്റെ ഹൈസ്കൂൾ വിദ്യാഭ്യാസം തുടങ്ങിയത്. കടയ്ക്കാവൂർ SSBBHSൽ 4th ഫാം, 5th ഫാം, 6th ഫാം ഈ 3 ക്ലാസ്സുകളിലാണ് ഞാൻ അവിടെ പഠിച്ചിരുന്നത്. വളരെ നല്ല അധ്യാപകരായിരുന്നു അന്ന് അവിടെ ഉണ്ടായിരുന്നത്. അവരും കുട്ടികളുടെ വിദ്യാഭ്യാസ പുരോഗതിക്ക് വേണ്ടി ആത്മാർത്ഥമായി പഠിപ്പിച്ചിരുന്നു, നല്ലതുപോലെ ശിക്ഷിക്കുകയും ചെയ്തിരുന്നു. 6th ഫാമിൽ എന്നെ ഇംഗ്ലീഷ് പഠിപ്പിച്ചത് അന്നത്തെ ഹെഡ് മാസ്റ്റർ ആയിരുന്ന പ്രശസ്തനായ നാരായണൻ സാറായിരുന്നു. അന്ന് എനിക്ക് വലിയ പൊക്കമൊന്നുമില്ലായിരുന്നു. ഞാൻ ക്ലാസ്സിൽ ഏറ്റവും ഫ്രണ്ടിലുള്ള ബെഞ്ചിലായിരുന്നു ഇരിക്കുമായിരുന്നത്. നാരായണൻ സാറ് ക്ലാസ്സിൽ വന്നാൽ എൻ്റെ നോട്ട് ബുക്ക് തന്നെ വാങ്ങുമായിരുന്നു. അദ്ദേഹം ആ നോട്ട് ബുക്ക് പരിശോധിച്ച് ഒരു തെറ്റ് കണ്ടാൽ നീ എന്താ എഴുതിയിരിക്കുന്നത് എന്ന് പറഞ്ഞ് ദേഷ്യപ്പെടുമായിരുന്നു. ദേഷ്യപ്പെടൽ മാത്രമല്ല, അദ്ദേഹം എന്നെ അടിക്കും, പുസ്തകങ്ങൾ വലിച്ചെറിയും, പലപ്പോഴും എന്നെയും ക്ലാസ്സിന് വെളിയിലാക്കിയിട്ടുണ്ട്. അത്രയും നിർബന്ധമായി പഠിപ്പിച്ചതുകൊണ്ടാണ് എനിക്ക് ആ ക്ലാസ്സുകളിൽ വിജയം കരസ്ഥമാക്കിയത്. അന്ന് SSLC ക്ലാസ്സിൽ വളരെ കുറച്ച് കുട്ടികൾ മാത്രമേ ജയിക്കാറുണ്ടായിരുന്നുള്ളൂ. വക്കത്ത് നിന്ന് ഒന്ന് പോയ കുട്ടികളിൽ വളരെ കുറച്ച് പേരെ ജയിച്ചിരുന്നുള്ളൂ. അതിലൊരാളായിരുന്നു ഞാൻ. അങ്ങനെ നിർബന്ധിച്ച് കുട്ടികളെ പഠിത്തത്തിലേക്ക് കൊണ്ടുവന്ന ഒരു കൂട്ടം അധ്യാപകരായിരുന്നു കടയ്ക്കാവൂർ സ്കൂളിൽ ഉണ്ടായിരുന്നത്. ഈ അവസരത്തിൽ എനിക്ക് ഒരു കാര്യം കൂടി ഓർമ്മിക്കാതിരിക്കാൻ വയ്യ. എൻ്റെ അച്ഛൻ വളരെ നിർബന്ധമായി പഠിക്കുന്നതിൽ താല്പര്യം കാണിച്ചിരുന്നു. ചില ദിവസങ്ങളിൽ നോട്ട് ബുക്കുകൾ വാങ്ങിച്ച് അതിലുള്ള ചോദ്യങ്ങൾ ചോദിച്ചാൽ ഒരു ചോദ്യത്തിൻ്റെ ഉത്തരം പറയുന്നില്ലെങ്കിൽ അന്ന് അവിടെ അടിയുടെ പൂരമായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള ശിക്ഷകളും കൊണ്ടാണ് എനിക്ക് വിദ്യാഭ്യാസത്തിൽ പുരോഗതി ഉണ്ടായത് എന്നാണ് എൻ്റെ വിശ്വാസം. SSLC ക്ലാസ് കഴിഞ്ഞിട്ട് ഞാൻ കോളേജിലേക്ക് പോകാൻ തയ്യാറായി. കൊല്ലം SN കോളേജിലാണ് പോകാൻ അന്നേരെ രക്ഷകർത്താക്കൾ തീരുമാനിച്ചത്. SN കോളേജിൽ ഫസ്റ്റ് ഗ്രൂപ്പ് എടുത്താണ് ഇൻ്റർമീഡിയറ്റ് ഞാൻ പഠിച്ചത്. മാത്തമാറ്റിക്സ്, ഫിസിക്സ്, കെമിസ്ട്രി എന്നീ വിഷയങ്ങളായിരുന്നു പഠിക്കേണ്ടിയിരുന്നത്. അന്ന് രാവിലെ ട്രെയിനിലായിരുന്നു കൊല്ലത്തേക്ക് പോയിരുന്നത്. 7:30 ട്രെയിനിൽ അകത്തുമുറിയിൽ ചെന്ന് അവിടെ നിന്ന് ആയിരുന്നു പോകുമായിരുന്നത്. ഒരു പൊതി ചോറുമായിട്ടാണ് അന്ന് എൻ്റെ യാത്ര. ആ ചോറ് കൊണ്ടുവയ്ക്കുന്ന ഒരു വലിയ ഹാളിലായിരുന്നു. പലപ്പോഴും ഉച്ചയ്ക്ക് ആഹാരം കഴിക്കാൻ ചെല്ലുമ്പോൾ ആ പൊതിയോടെ ഉണ്ടാവില്ല. അത് ഉണ്ടായാൽ തന്നെ അതിനകത്തുണ്ടായിരുന്ന പല സാധനങ്ങൾ കാണുകയുമില്ല. അങ്ങനെയൊക്കെയുള്ള അനുഭവങ്ങളുണ്ടായിരുന്നു. 2 വർഷമായിരുന്നു ഇൻ്റർമീഡിയറ്റ് ക്ലാസ്. 2ാമത്തെ വർഷത്തിൽ കുറച്ച് കാലം ഞാനവിടെ ഒരു ഹോസ്റ്റലിൽ താമസിക്കുകയുണ്ടായി. ഏതായാലും നല്ല ശിക്ഷണം കോളേജിൽ നിന്ന് കിട്ടിയതുകൊണ്ടും നല്ലതുപോലെ പഠിച്ചതുകൊണ്ടും ഇൻ്റർമീഡിയറ്റ് ഫസ്റ്റ് ചാൻസിൽ തന്നെ എനിക്ക് ജയിക്കുവാൻ സാധിച്ചു. അടുത്ത ഡിഗ്രി കോഴ്സിനും SN കോളേജിൽ തന്നെയാണ് എൻ്റെ രക്ഷകർത്താക്കൾ തിരഞ്ഞെടുത്തത്.
ഡിഗ്രി ക്ലാസ്സിൽ ഞാൻ മാത്തമാറ്റിക്സ് മെയിൻ ആയിരുന്നു എടുത്തിരുന്നത്. അന്നും ട്രെയിനിൽ തന്നെയായിരുന്നു കോളേജിലേക്ക് പോയിരുന്നത്. 2ാം വർഷം കുറച്ചു കാലം എനിക്ക് അവിടെ താമസിക്കാൻ സൗകര്യമുണ്ടായി. എൻ്റെ അണ്ണൻ, ഇന്ന് പ്രൊഫസർ ഹരിദാസ്, അക്കാലത്ത് കൊല്ലം SN കോളേജിലെ അധ്യാപകരായി. അദ്ദേഹം അവിടെ ഒരു വീടെടുത്ത് താമസിക്കുകയായിരുന്നു. അവിടെ ഞാനും കൂടി താമസിച്ചു. അത് എനിക്കൊരു വലിയ സഹായമായിരുന്നു. താമസത്തിനുള്ള സൗകര്യം കിട്ടിയെന്ന് മാത്രമല്ല, മാത്തമാറ്റിക്സിൽ എൻ്റെ സംശയങ്ങൾ തീർക്കുന്നതിനും അണ്ണൻ വളരെയധികം സഹായിച്ചിട്ടുണ്ടായിരുന്നു. BSc കഴിഞ്ഞിട്ട് ഇനി എന്ത് വേണം എന്നുള്ളതായിരുന്നു അടുത്ത ചിന്ത. അതിൽ എനിക്ക് അന്ന് തോന്നിയത് എനിക്കൊരു അധ്യാപകനാകണം എന്നായിരുന്നു. ആ തോന്നൽ ഉണ്ടാകുന്നതിന് ഒരു പ്രധാന കാരണമുണ്ട്. ഞാൻ കുട്ടിയായിരുന്ന കാലത്ത് എൻ്റെ മുത്തച്ഛൻ നാരായണൻ വാദ്യാർ, അന്ന് ഈ അധ്യാപകരെയൊക്കെ വാദ്യാർ എന്നാണ് പറയുന്നത്. നീലകണ്ഠൻ വാദ്യാർ, ഗോവിന്ദൻ വാദ്യാർ, പത്മനാഭൻ വാദ്യാർ എന്നൊക്കെ. ആ കൂട്ടത്തിൽ എൻ്റെ മുത്തച്ഛൻ്റെ പേര് നാരായണൻ എന്നായിരുന്നെങ്കിൽ നാരായണൻ വാദ്യാർ എന്നാണ് അറിയുന്നത്. അദ്ദേഹം ചിറയൻകീഴ് പുരൂരാണ് താമസിച്ചിരുന്നത്. വീട്ടിൽ വല്ലപ്പോഴും വരുമായിരുന്നു. മുത്തച്ഛനോടൊപ്പം ഞാൻ പുരൂരേക്ക് നടന്നു പോകുമായിരുന്നു. വഴിയിൽ പല ആളുകൾ കണ്ടിട്ട് മുത്തച്ഛന് വളരെ സ്നേഹത്തോടും ബഹുമാനത്തോടും പെരുമാറുന്നത് ഞാനന്ന് കണ്ടിരുന്നു. ഒരു അധ്യാപകനായാൽ കിട്ടുന്ന സ്നേഹവും ബഹുമാനവുമാണല്ലോ ഇത് എന്ന് അന്ന് തന്നെ എൻ്റെ മനസ്സിൽ തോന്നിയിരുന്നു. ആ കാലത്ത് തന്നെ എനിക്ക് ഒരു അധ്യാപകനാകണം എന്നുള്ള ആഗ്രഹവും മനസ്സിലുണ്ടായിട്ടുണ്ട്. അപ്പോൾ ഡിഗ്രി കഴിഞ്ഞിട്ട് ഇനി എന്താകണം എന്ന് ആലോചിക്കുമ്പോൾ എൻ്റെ മനസ്സിൽ ആദ്യമായി വന്നത് എനിക്കൊരു അധ്യാപകനാകണം എന്നതായിരുന്നു. അങ്ങനെ നെടുങ്കണ്ട ട്രെയിനിങ് കോളേജിൽ B.Edന് അഡ്മിഷൻ കിട്ടി. അന്നും വീട്ടിൽ നിന്ന് നടന്നോ സൈക്കിളിലോ ആയിരുന്നു നെടുങ്കണ്ട ട്രെയിനിങ് കോളേജിലേക്ക് പോയത്. ഗണിതശാസ്ത്രം തന്നെയാണ് ഞാൻ അന്നും ഓപ്ഷനിലായിട്ട് എടുത്തിരുന്നത്. കണക്ക് പഠിപ്പിക്കുന്നതിൻ്റെ പ്രാഥമിക കാര്യങ്ങൾ, പ്രാഥമിക തത്വങ്ങൾ എനിക്ക് നെടുങ്കണ്ട ട്രെയിനിങ് കോളേജിൽ നിന്നാണ് കിട്ടിയത്. അവിടെ അന്ന് എന്നെ പഠിപ്പിച്ചിരുന്ന അധ്യാപകരെല്ലാം തന്നെ ഇവിടെ വിഷയങ്ങൾ പഠിപ്പിക്കുന്നതിന് മാത്രമല്ല, മറ്റ് എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസിൽ പങ്കെടുക്കുന്നതിനും അവസരം തന്നിട്ടുണ്ടായിരുന്നു. കണക്ക് പഠിപ്പിക്കുന്ന വിവിധ രീതികൾ പറഞ്ഞു തന്നത് അന്നത്തെ അധ്യാപകനായിരുന്ന പ്രൊഫസർ മാധവൻ നായർ സാറാണ്. അദ്ദേഹവുമായി ഇന്നും എനിക്ക് അടുത്ത ബന്ധമുണ്ട്. അദ്ദേഹത്തെ ഈ അവസരത്തിൽ ഞാൻ സ്നേഹപൂർവ്വം ഓർമ്മിക്കുന്നു, അദ്ദേഹത്തിന് കൃതജ്ഞത രേഖപ്പെടുത്തുന്നു. സാറങ്ങ് തിരുവനന്തപുരത്താണ് താമസിക്കുന്നതെന്നറിയാം. പക്ഷെ വക്കത്തിൻ്റെ നിത്യജീവിതത്തിൽ അങ്ങയുടെ നിറസാന്നിധ്യം എപ്പോഴും ഉണ്ടാകുന്നുണ്ട്. അതിൻ്റെ രഹസ്യം ഒന്ന് വെളിപ്പെടുത്താമോ? വക്കത്തെ നിത്യ ജീവിതത്തിൽ ഞാൻ നിറഞ്ഞു നിൽക്കുന്നു എന്ന് കേട്ടതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട്. ഞാൻ കഴിഞ്ഞ 30 വർഷമായി തിരുവനന്തപുരത്താണ് താമസിക്കുന്നത്. ചില പ്രത്യേക സാഹചര്യങ്ങളിലാണ് എനിക്ക് തിരുവനന്തപുരത്തേക്ക് താമസം മാറ്റേണ്ടി വന്നത്. ഞാൻ
വക്കത്ത് താമസിച്ചിരുന്ന കാലത്ത് വളരെയധികം പ്രവർത്തനങ്ങളിൽ എനിക്ക് പങ്കുചേരാൻ കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ ഇന്നും ഓർമ്മിക്കുന്നു, എൻ്റെ കുട്ടിക്കാലത്ത് വക്കത്ത് പാട്ടത്തിൽ മുക്കിൽ അന്ന് പ്രവർത്തിച്ചിരുന്ന വിജ്ഞാന പോഷിണി ലൈബ്രറിയുടെ പ്രവർത്തകനായിട്ടാണ് ഞാൻ ആദ്യമായി ഈ പൊതു രംഗത്ത് വന്നു ചേരുന്നത്. അത് കഴിഞ്ഞ് ഞാൻ വക്കം സ്കൂളിൽ അധ്യാപകനായിരിക്കുന്ന കാലത്ത് വക്കം സർവീസ് സഹകരണ ബാങ്കിൻ്റെ ഒരു ബോർഡ് മെമ്പറായി എന്നെ തിരഞ്ഞെടുക്കപ്പെട്ടു. അന്ന് ആളുകൾ ഈ ബാങ്കിൽ പൈസ നിക്ഷേപിക്കണമെങ്കിൽ പ്രേരണ കൊണ്ട് മാത്രമേ ആകുമായിരുന്നുള്ളൂ. അവരെ ചെന്ന് കണ്ട് അവരെ വിശ്വസിപ്പിച്ച് പണം സമാഹരണം ചെയ്യുന്ന ഒരു കാലമായിരുന്നു അത്. അത്തരത്തിൽ ഇന്നത്തെ വക്കം ഫാമേഴ്സ് സർവീസ് കോപ്പറേറ്റീവ് ബാങ്ക് ആക്കിയെടുക്കുന്നതിനുള്ള ആദ്യകാല പ്രവർത്തനങ്ങളിൽ ഒരാളായിരുന്നു ഞാൻ. വളരെയധികം അതിനുവേണ്ടി ശ്രമിച്ചിട്ടുമുണ്ടായിരുന്നു. അടുത്ത് എനിക്ക് ചെയ്യേണ്ടി വന്നത് ഇന്ന് നല്ല നിലയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന വക്കം ശ്രീകൃഷ്ണവിലാസം ഗ്രന്ഥശാല പ്രവർത്തകനായിട്ടാണ്. അതിൻ്റെ സ്ഥാപകൻ തോപ്പിക്കവിളാകത്ത് പത്മനാഭൻ മുതലാളി അദ്ദേഹം വാർദ്ധക്യത്തിൽ ആയിരുന്നതുകൊണ്ട് എന്നെ അതിൻ്റെ ചുമതല ഏൽപ്പിക്കുകയുണ്ടായി. ഞാൻ അതിൻ്റെ സെക്രട്ടറിയായി. അഭിവന്ദിനായ XMLA മജീദ് സാറായിരുന്നു അന്ന് പ്രസിഡൻറ്റ്. വക്കം N രവി, ലക്ഷ്മണൻ സാർ, കൂരയിൽ ശ്രീധരൻ തുടങ്ങിയവരെല്ലാം തന്നെ അതിലെ പ്രവർത്തകരായിരുന്നു. വളരെ കാലം അദ്ദേഹത്തിൻ്റെ കടയുടെ ഒരു ഭാഗത്ത് ഒരു മുറിയിൽ ശ്രീകൃഷ്ണവിലാസ ഗ്രന്ഥശാല പ്രവർത്തിച്ചിരുന്നു. അദ്ദേഹത്തിൻ്റെ മരണാന്തരം അവിടെ നിന്ന് മാറ്റിക്കൊടുക്കുന്നതിന് അദ്ദേഹത്തിൻ്റെ പിൻഗാമികൾ എന്നെ നിർബന്ധിച്ചു. വളരെ പ്രയാസമായിരുന്നു. അന്ന് ഓല കെട്ടുന്നില്ലായിരുന്നു. മഴ നനഞ്ഞ് പുസ്തകങ്ങളെല്ലാം നശിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ആ കാലത്ത് ഒരു സ്വന്തമായ ഒരു കെട്ടിടം ഉണ്ടാക്കിയെടുക്കണം എന്നുള്ള ആഗ്രഹം എൻ്റെ മനസ്സിലുണ്ടായി. ഞാൻ വളരെ ചിന്തിച്ചു, പലരുമായിട്ടും സമീപിച്ചു. അവസാനം വെൺമണക്കൽ സുമേധൻ, ഒരു മഹാമനസ്കനായ സുമേധനെ ഞാൻ പോയി കാണുകയും ഈ ആവശ്യം പറയുകയും ചെയ്തു. അദ്ദേഹം നല്ല മനസ്സോടെ ഒരു 2.5 സെൻറ്റ് സ്ഥലം, ഇന്ന് നിൽക്കുന്ന ആ 2 നില കെട്ടിടം നിൽക്കുന്ന ആ ഭാഗത്ത് ആ 2.5 സെൻറ്റ് സ്ഥലം വാങ്ങിത്തരാമെന്ന് സമ്മതിക്കുകയും ചെയ്തു. ഇനി അതിൽ കെട്ടിടമുണ്ടാക്കണം. വളരെയധികം പ്രയത്നിച്ചു. വക്കത്തുള്ള മിക്കവാറും എല്ലാ ആളുകളെയും സമീപിച്ച് ധനസമാഹരണം നടത്തി. തികഞ്ഞില്ല. അതിനും സുമേധൻ തന്നെയാണ് ഒരുപാട് സഹായം ചെയ്തത്. അങ്ങനെ ഈ പ്രവർത്തനത്തിൽ വക്കത്തുള്ള എല്ലാ ആളുകളുമായും എനിക്ക് സഹകരിക്കുന്നതിനും അവരെ കണ്ടെത്തുന്നതിനും ഒക്കെയുള്ള സൗകര്യം അന്നെനിക്കുണ്ടായി. ഒരു സുഹൃത്ത് ബന്ധം അന്ന് തന്നെ എനിക്ക് വക്കത്തുള്ള ആളുകളുമായിട്ട് സ്ഥാപിച്ചെടുക്കാൻ കഴിഞ്ഞിരുന്നു. വക്കം ഹൈസ്കൂളിൽ അധ്യാപകനായിരുന്ന കാലത്ത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു അധ്യാപകനായി സ്കൂളിൽ ഒതുങ്ങുകയായിരുന്നില്ല ചെയ്തിരുന്നത്. വക്കത്ത് ഉള്ള ഞാൻ പഠിപ്പിച്ചിരുന്ന കുട്ടികളുടെ രക്ഷകർത്താക്കളെ കാണുകയും കുട്ടികളുടെ വിദ്യാഭ്യാസപരമായ കാര്യങ്ങൾ അവരുമായി പങ്കിടുകയും അങ്ങനെ വക്കത്തുള്ള എല്ലാ ആളുകളുമായിട്ടും എനിക്കൊരു സുഹൃത്ത് ബന്ധം ഉണ്ടാക്കിയെടുക്കുന്നതിന് അന്ന് സാധിച്ചിരുന്നു. അപ്പോൾ വക്കത്തെ ഏത് കാര്യമായാലും ശരി, അന്നും അതുപോലെ തന്നെ വക്കത്തുണ്ടാകുന്ന ഏത് കാര്യത്തിലും ഞാൻ
പങ്കെടുക്കാൻ തയ്യാറായിരുന്നു, പങ്കെടുക്കുകയും ചെയ്യുമായിരുന്നു. പിന്നെ വക്കം പുത്തൻ ക്ഷേത്രത്തിൽ ഉത്സവം നടത്തൽ, ദൈവപുര ക്ഷേത്രത്തിലെ ഉത്സവം നടത്തൽ, ഇതിനെല്ലാം തന്നെ വക്കത്തുള്ള ആളുകളെ സമീപിക്കുകയും അവരോടൊരു മൈത്രി ഭാവം ഉണ്ടാക്കിയെടുക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് ഒക്കെ തന്നെയും വക്കത്തുള്ള എല്ലാ കാര്യങ്ങളിലും പങ്കെടുക്കുന്നതിനുള്ള ഒരു പ്രേരണ എൻ്റെ മനസ്സിൽ അന്നേ ഉണ്ടായിരുന്നു. ഒരു വല്ലാത്ത ബന്ധം, വക്കവുമായി എനിക്കൊരു വല്ലാത്ത ബന്ധം എൻ്റെ കുട്ടിക്കാലം മുതൽ തന്നെ ഉണ്ടായി എന്ന് ഞാൻ പറയട്ടെ. തിരുവനന്തപുരത്ത് പോയിട്ടും എനിക്ക് വക്കവുമായുള്ള ബന്ധം വിടർത്താൻ കഴിഞ്ഞില്ല. വക്കത്ത് ഏത് കാര്യം ഉണ്ടായാലും ശരി, അതിൽ പങ്കെടുക്കണം, അതെൻ്റെ കാര്യമാണെന്നൊരു തോന്നൽ അന്നേ ഉണ്ടായിരുന്നു. ഇതിന് ഉപോത്ബലകമായിട്ട് ഞാൻ വക്കത്തുനിന്ന് തിരുവനന്തപുരത്ത് ചെന്ന് അവിടെ ഒരു സംഘടനാ രൂപം ഉണ്ടാക്കണം എന്ന് ഞാൻ ആലോചിച്ചു. വക്കത്തുനിന്ന് തിരുവനന്തപുരത്ത് താമസിക്കുന്ന അനവധി ആളുകളുണ്ട്. അവരെയെല്ലാം കൂട്ടിച്ചേർത്ത്, അവരെയെല്ലാം ഒരുമിപ്പിച്ച് അവരുടെ ഒരു കൂട്ടായ്മ ഉണ്ടാക്കണം എന്നായിരുന്നു എൻ്റെ ഉദ്ദേശം. അങ്ങനെയാണ് വക്കം സൗഹൃദവേദി ഉണ്ടായത്. കഴിഞ്ഞ 10 വർഷമായി വക്കം സൗഹൃദവേദി തിരുവനന്തപുരത്ത് അവർ പ്രവർത്തിക്കുകയാണ്. അവരുടെ കൂട്ടായ്മ ഉണ്ടാക്കുന്നതിന് പുറമേ തന്നെ എൻ്റെ ഏറ്റവും പ്രധാനമായ മറ്റൊരു ലക്ഷ്യം, എൻ്റെ നാട് വക്കം, അവിടെയുള്ള ഒരു പുരോഗതി, വക്കത്ത് ആവശ്യമുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിനും ഈ വക്കം സൗഹൃദവേദി ഉപയോഗപ്പെടുത്തണം എന്ന് ഞാൻ ആഗ്രഹിക്കുകയുണ്ടായി. അങ്ങനെയാണ് വക്കം സ്കൂളിലെ ഉയർന്ന നിലവാരത്തിൽ ജയിക്കുന്ന കുട്ടികൾക്ക് അവാർഡ് കൊടുക്കൽ, അവരുടെ പഠനത്തിൽ പ്രേരണ ഉണ്ടാകുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ, അതുപോലെ വക്കത്ത് നിന്ന് ഉയർന്ന നേട്ടങ്ങൾ കൈവരിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ആവശ്യമായ പ്രോത്സാഹനം കൊടുക്കൽ, അവരെ ആദരിക്കൽ, അതുപോലെ വക്കത്ത് എൻ്റെ പ്രിയപ്പെട്ട ആളുകൾക്ക് പ്രയോജനപ്രദമാകുന്ന തരത്തിൽ മെഡിക്കൽ ക്യാമ്പുകൾ നടത്തൽ, വക്കത്ത് അർഹതയുള്ള ആളുകളെ കണ്ടെത്തി അവർക്ക് സാമ്പത്തികമായ സഹായം നൽകൽ, ഇങ്ങനെയുള്ള അനവധി പ്രവർത്തനങ്ങളാണ് വക്കം സൗഹൃദവേദിയിൽ നിന്ന് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതെല്ലാം തന്നെയും നടക്കുമ്പോൾ എനിക്ക് വക്കവുമായിട്ടുള്ള ബന്ധം കുറേ കൂടി ഉറപ്പിച്ചു വരികയായിരുന്നു ചെയ്തിരുന്നത്. അങ്ങനെ ഞാൻ തിരുവനന്തപുരത്താണ് കഴിഞ്ഞ 10-30 വർഷമായി കഴിയുന്നതെങ്കിലും വക്കത്ത് എന്ത് കാര്യമുണ്ടെങ്കിലും ശരി, അവിടെ ഓടിയെത്തുന്നതിന് എനിക്ക് വളരെ സന്തോഷമായിരുന്നു. അതിൽ പങ്കെടുക്കുന്നതിൽ എനിക്ക് സന്തോഷമുണ്ടായിരുന്നു. അങ്ങനെ എല്ലാ കാര്യങ്ങളിലും, എല്ലാ പ്രവർത്തനങ്ങളിലും, എല്ലാ പ്രസ്ഥാനങ്ങളിലും പങ്കെടുക്കുന്നതിന് എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. അതാണ് ഞാൻ വക്കത്ത് എല്ലാ പ്രവർത്തനങ്ങളിലും ഉണ്ട് എന്ന് ഞാൻ പറഞ്ഞു. ഇന്നും ഞാൻ വക്കം ശ്രീകൃഷ്ണവിലാസം ഗ്രന്ഥശാലയുടെ വൈസ് പ്രസിഡൻ്റാണ്. അതുപോലെ കായിക്കര ആശാൻ മെമ്മോറിയൽ അസോസിയേഷൻ്റെ ഗവേണിംഗ് ബോഡി മെമ്പറാണ്. അപ്പോൾ എപ്പോഴും വക്കത്തുള്ള ഏത് കാര്യത്തിലും എത്തിച്ചേരുന്നത് എനിക്ക് ഒരു മാനസിക ഉല്ലാസം തരുന്നൊരു പരിപാടിയായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത്. അങ്ങയുടെ കുടുംബത്തെക്കുറിച്ച് അറിയാനും നമുക്കെല്ലാം താല്പര്യമുണ്ട്. അങ്ങയുടെ ഭാര്യയും മക്കളും അവരുടെ വിശേഷങ്ങളും എല്ലാം നമ്മളുമായി ഒന്ന് പങ്കുവയ്ക്കാമോ? ഞാൻ എൻ്റെ കുടുംബ കാര്യങ്ങൾ പങ്കുവയ്ക്കാം. എൻ്റെ അച്ഛൻ എ വാസു, അമ്മ കെ ശാരദ, രണ്ടുപേരും ഇന്ന് ഞങ്ങളോടൊപ്പം ഇല്ല. ഞങ്ങൾ 7 പേരാണ്. ഞാനാണ് അതിൽ ഏറ്റവും മൂത്തയാൾ. രണ്ടാമത്തെ വസുമതി, അവൾ കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡിൽ എൻജിനീയറായിരുന്നു, റിട്ടയർ ചെയ്തു. മൂന്നാമത്തത് രുക്മാവതി, അവൾ ഒരു അധ്യാപികയായിരുന്നു. അവളും ഇന്ന് ഞങ്ങളോടൊപ്പം ഇല്ല. നാലാമത്തത് വസുന്ധരൻ, അവൻ SN കോളേജിലെ കെമിസ്ട്രി ഡിപ്പാർട്ട്മെൻറ്റിൽ പ്രൊഫസറായിരുന്നു. അഞ്ചാമത്തെ ആൾ വേണുജി,
അവൻ SBTയിലെ ഉദ്യോഗസ്ഥനായിരുന്നു. അവനും ഇന്ന് ഞങ്ങളോടൊപ്പം ഇല്ല. ആറാമത്തെ ആൾ വിജയൻ. അവൻ സെൻറ്റ് ജോസഫ്സ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്രിൻസിപ്പലായി റിട്ടയർ ചെയ്തു. ഏഴാമത്തെ ആൾ ജയദേവി. അവൾ വിദ്യാഭ്യാസ വകുപ്പിൽ ഡെപ്യൂട്ടി ഡയറക്ടറായിരുന്നു. ഞാൻ വിവാഹം കഴിച്ചത് വക്കത്തു നിന്ന് തന്നെ. വക്കം ഹൈസ്കൂളിൽ അധ്യാപകനായിരുന്ന കാലത്താണ് ഞാൻ വിവാഹിതനായത്. വക്കത്ത് തോപ്പിക്കവിളാകത്ത് റെയിൽവേ ഗേറ്റിന് സമീപം വസന്ത ഭവനിൽ വസന്തകുമാരിയെയാണ് ഞാൻ വിവാഹം കഴിച്ചത്. വസന്തകുമാരിയുടെ അച്ഛൻ ശ്രീ RG കൃഷ്ണനും അമ്മ തങ്കമ്മയും ആയിരുന്നു. വസന്തകുമാരി ആയുർവേദ ഡയറക്ടറേറ്റിലെ ഉദ്യോഗസ്ഥയായിരുന്നു. സീനിയർ സൂപ്രണ്ടായിട്ടാണ് അവിടെ നിന്നും റിട്ടയർ ചെയ്യുന്നത്. കേരള സ്റ്റേറ്റ് വനിതാ വികസന കോർപ്പറേഷനിലെ മാനേജരായും വസന്തകുമാരി സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട്. എനിക്ക് 3 മക്കളാണ്. ജിജി, നിശാന്ത്, ചോട്ടി എന്നറിയുന്ന ജ്യോതി. ജിജി സോഫ്റ്റ്വെയർ ഫീൽഡിലാണ് ജോലി ചെയ്യുന്നത്. അമേരിക്കയിൽ ന്യൂയോർക്കിലാണ്. അവളുടെ ഭർത്താവ് ശിവരാജ്, അവനും അതേ ഫീൽഡിൽ തന്നെയാണ് വർക്ക് ചെയ്യുന്നത്. അവർക്ക് 2 മക്കളുണ്ട്. നിശാന്ത് ഷിക്കാഗോയിലാണ്. അവനും സോഫ്റ്റ്വെയർ ഫീൽഡിലാണ് വർക്ക് ചെയ്യുന്നത്. അവൻ്റെ ഭാര്യ ലക്ഷ്മി മെഡിക്കൽ ട്രാൻസ്ക്രിപ്ഷനിസ്റ്റാണ്. എൻ്റെ ഏറ്റവും ഇളയ മകൾ ജ്യോതി, അവൾ വെറ്റിനറി ഡോക്ടറാണ്. കൊല്ലത്താണ് അവൾ താമസിക്കുന്നത്. അവൾ കൊല്ലത്ത് തന്നെയാണ് ജോലി ചെയ്യുന്നത്. അവളുടെ ഭർത്താവ് അനു കൊല്ലത്ത് ഒരു ഹയർ സെക്കൻഡറി സ്കൂളിലെ അധ്യാപകനാണ്. അവർക്കും 2 മക്കൾ ഉണ്ട്. ഇതാണ് എൻ്റെ മക്കളുടെ വിവരം. എനിക്ക് ഒരു കാര്യം കൂടി ഈ സന്ദർഭത്തിൽ പറയാനുള്ളത്, എൻ്റെ 3 മക്കളും അവരുടെ പ്രൈമറി വിദ്യാഭ്യാസം വക്കം പ്രബോധിനി UPSലായിരുന്നു. ഹൈസ്കൂൾ വിദ്യാഭ്യാസം വക്കം ഗവൺമെൻറ് ഹൈസ്കൂളിൽ തന്നെയായിരുന്നു. എൻ്റെ ഇളയ മകൾ 7ാം സ്റ്റാൻഡേർഡിലായിരുന്നപ്പോൾ ഞങ്ങൾ തിരുവനന്തപുരത്ത് മാറിയതുകൊണ്ട് ഹോളി ഏഞ്ചൽസ് കോൺവെൻറ്റിലാണ് അവളെ പഠിപ്പിച്ചത്. ഈ 3 പേരും മലയാളം മീഡിയത്തിലാണ് പഠിച്ചിരുന്നത്. മലയാളം മീഡിയത്തിൽ പഠിച്ചെങ്കിലും ഒരു അൺഎയ്ഡഡ് സ്കൂളിൽ പഠിച്ചില്ലായിരുന്നെങ്കിലും എൻ്റെ മക്കൾ ഞാൻ പ്രതീക്ഷിച്ച രീതിയിൽ എത്തിക്കഴിഞ്ഞു. ഇന്ന് രക്ഷിതാക്കൾക്കുള്ള ഒരു മിഥ്യാബോധം തൻ്റെ കുട്ടികളെ ഇംഗ്ലീഷ് മീഡിയത്തിൽ പഠിപ്പിക്കണമെന്നും അവർ അൺഎയ്ഡഡ് സ്കൂൾസിലും തന്നെ പഠിക്കണമെന്നും ഉള്ളതാണ്. എങ്കിൽ മാത്രമേ അവർ ഉയർന്ന നിലവാരത്തിൽ എത്തിച്ചേരുകയുള്ളൂ എന്നാണ് ഒരു ധാരണ. എവിടെ പഠിച്ചാലും കുട്ടികൾ ഉയർന്ന നിലയിൽ എത്തിച്ചേരും. അവർക്ക് പഠിത്തത്തിന് ആവശ്യമായ
സാഹചര്യങ്ങൾ ഉണ്ടാക്കി കൊടുക്കുകയും അവർക്ക് പഠിക്കുന്നതിന് ആവശ്യമായ പ്രചോദനം ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്യുകയാണെങ്കിൽ അവർ ഉയർന്ന നിലയിൽ തന്നെ എത്തിച്ചേരും. ഇംഗ്ലീഷ് മീഡിയത്തിൽ തന്നെ പഠിക്കണമെന്നോ അൺഎയ്ഡഡ് സ്കൂളിൽ തന്നെ പഠിക്കണമെന്നോ യാതൊരു നിർബന്ധവും അക്കാര്യത്തിലില്ല. എവിടെ പഠിച്ചാലും അവർ അധ്വാനിക്കുകയാണെങ്കിൽ, ആത്മാർത്ഥമായി അവർ പ്രയത്നിക്കുകയാണെങ്കിൽ അവർ ഉയർന്ന നിലയിൽ എത്തിച്ചേരും എന്നാണ് എൻ്റെ വിശ്വാസം. വക്കം മീഡിയ ഈ ലോക്ക്ഡൗൺ കാലത്ത് ആരംഭിച്ചിരിക്കുന്ന നവസംരംഭങ്ങളെക്കുറിച്ച് അങ്ങയുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഒന്ന് നമ്മളോട് വിശദീകരിക്കാം. ലോക്ക്ഡൗൺ കാലത്ത് വക്കം മീഡിയ ആരംഭിച്ചിരിക്കുന്ന ഈ നവസംരംഭത്തെ ഞാൻ ആത്മാർത്ഥമായി പ്രശംസിക്കുന്നു. എല്ലാവരും മാനസികമായി വളരെയധികം തളർന്നിരിക്കുന്ന ഒരവസ്ഥയാണെന്ന്. സമയം ഉപയോഗപ്രദമായി ചെലവഴിക്കാനുള്ള അവസരമില്ല. നല്ലപോലെ ഒന്ന് സന്തോഷിക്കുന്നതിനുള്ള അവസരം പോലും ഇന്ന് കിട്ടുന്നില്ല. ഒരുമിച്ച് കൂടുന്നതിനോ ആശയവിനിമയം നടത്തുന്നതിനോ ഉള്ള സൗകര്യവും ഇന്ന് ലഭ്യമല്ല. ആകെ ഒരു മൂകമായ മനസ്സോടുകൂടിയാണ് ആളുകൾ ഇന്ന് കഴിഞ്ഞു പോകുന്നത്. ഈ അവസരത്തിൽ അവർക്ക് ഒരു നല്ല സന്തോഷം കൊടുക്കുന്നതിന്, അവരുടെ വ്യഥ പൂണ്ട മനസ്സിന് അല്പം ആശ്വാസം കൊടുക്കുന്നതിന് വക്കം മീഡിയ ആരംഭിച്ച ഈ പരിപാടി എപ്പോഴും നല്ലതായി തന്നെ തോന്നുന്നു. വക്കത്തും പരിസരത്തുമുള്ള കലാകാരന്മാരെയും കലാകാരികളെയും കണ്ടെത്തി അവരുടെ ഗാനാലാപനവും മറ്റും കേൾപ്പിക്കുന്നതിന് ഒരവസരം ഉണ്ടാക്കി കൊടുക്കുകയാണ് വക്കം മീഡിയ ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ വക്കത്തുള്ള മറ്റു കലാകാരന്മാർ, അഭിനേതാക്കൾ, അവരുടെ അനുഭവങ്ങൾ, നൃത്ത അഭ്യസിച്ചിട്ടുള്ള അവരുടെ അനുഭവങ്ങൾ, അങ്ങനെ എത്രയെത്ര പരിപാടികളാണ് വക്കം മീഡിയ ഇന്ന് നടത്തിക്കൊണ്ടിരിക്കുന്നത്. വക്കം മീഡിയയുടെ പ്രവർത്തകരെ ഞാൻ ഹൃദയപൂർവ്വം അഭിനന്ദിക്കുകയാണ്. അതോടൊപ്പം എനിക്ക് ഒരു കാര്യം കൂടി പറയുവാനുണ്ട്. വക്കത്ത് പ്രോത്സാഹനം കിട്ടിയാൽ വളരെയധികം തിളങ്ങുന്ന അധികം കുട്ടികൾ ഇന്നുണ്ട്. തേച്ചു മിനുക്കിയാൽ കാന്തിയും മൂല്യവും വർദ്ധിക്കുന്ന ആ കല്ലുകളെ കണ്ടെത്തി അവർക്ക് ആവശ്യമായ പ്രചോദനം കൊടുക്കുന്നതിന്, അവർക്ക് ആവശ്യമായ സൗകര്യം കൊടുക്കുന്നതിന്, അവരുടെ കഴിവുകളെ വളർത്തിയെടുക്കുന്നതിന് ആവശ്യമായ അവസരം കൊടുക്കുന്നതിന് വക്കം മീഡിയയ്ക്ക് കഴിയും എന്നാണ് എൻ്റെ വിശ്വാസം. അങ്ങനെ ഈ പദ്ധതികളിൽ, ഈ പരിപാടികളിൽ വന്നുചേരുന്ന എല്ലാ കലാകാരന്മാരെയും കലാകാരികളെയും അഭിനേതാക്കളെയും ഒരുമിച്ച് ചേർത്ത് ഒരു സംഘടനാ രൂപം ഉണ്ടാക്കിയെടുക്കുകയും അവർക്ക് ഒരുമിച്ച് കൂടുന്നതിനും അവർ പരിചയപ്പെടുന്നതിനും അവരുടെ ആശയവിനിമയം നടത്തുന്നതിനും ഒരു സംഘാടന രൂപം വക്കം മീഡിയയുടെ നേതൃത്വത്തിൽ ഉണ്ടാകുന്നത് നല്ലതായിരിക്കും എന്നാണ് എൻ്റെ അഭിപ്രായം. അതിനുള്ള എല്ലാ നടപടികളും വക്കം മീഡിയ പ്രവർത്തകരിൽ നിന്നും ഉണ്ടാകും എന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. ഏതായാലും ഇത്തരം നല്ല കാര്യങ്ങൾ ചെയ്യുന്ന വക്കം മീഡിയ ഭാരവാഹികളെ, പ്രവർത്തകരെ ഞാൻ ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഒന്നുകൂടി അഭിനന്ദിക്കുന്നു. അങ്ങ് ഈ വക്കം മീഡിയയുടെ പ്രോഗ്രാമിൽ വന്ന് ഇത്രയും നേരം
നമ്മളോട് സഹകരിച്ചതിൽ എൻ്റെയും വക്കം മീഡിയയുടെയും നന്ദി ഇതിനോടകം അങ്ങേയോട് അറിയിക്കുന്നു. നമസ്കാരം.